നേച്ചർ റേഡിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ നാളായി ഞാനും ഇറങ്ങിയിട്ട്, ഇപ്പോൾ അങ്ങനെ കുറേ നാൾ കൂടി ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇന്ന് ഒരു പുതിയൊരു ഓഫ് റോഡ് വഴി കണ്ടുപിടിച്ചാലോ എന്നുള്ളത് നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു സ്ഥലം ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഏറ്റുമാനൂർ ആറുമാനൂർക്കുള്ള വഴിയിൽ അക്കരമണം പാലം ജംഗ്ഷനാണ്. ഇത് മണിമലക്കാവ് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലത്തേക്കുള്ള വഴിയാണ്. ഇതുവഴി മീനച്ചിലാറിൻ്റെ സൈഡിൽ കൂടെ ഒരു ഓഫ് റോഡ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയ കേട്ടു. നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. അഖില വാ. ആ കുത്തനെ ഇറക്കാണ്. ഇവിടം വരെ വെള്ളമായല്ലേ, അങ്ങോട്ട് വെള്ളം കാണത്തില്ല. അപ്പം ഞാൻ ഇറങ്ങി കാണിക്കാം. അത് ഇങ്ങനെ അങ്ങ് ഇറങ്ങിയാൽ മതി. കണ്ടോ, പുഴ ഇവിടം വരെ എത്തിയല്ലേ, പുഴ ഇവിടം വരെ അങ്ങ് എത്തിയില്ലേ. അതിൻ്റെ മാങ്ങുന്ന നദിയെ കാണിച്ചു കൊടുക്കൂ. നോക്കൂ നമ്മുടെ നദിയുടെ അവസ്ഥ. ഡോണ്ട് ത്രോ വേസ്റ്റ്. കയറി കിടക്കുകയാണ്. പണ്ട് അല്ലെങ്കിൽ കുളിക്കാനൊരു പകുതി വരെ ഞങ്ങൾ കുളിക്കാനിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഒന്ന് തപ്പി നോക്കാം ഇതൊരു ആശയത്തിൽ നിങ്ങൾ വന്നത്. അങ്ങോട്ട് പോകണം. ഒരു വഴി കാണുന്നുണ്ട്, നമുക്ക് എന്നാൽ അങ്ങോട്ട് കയറി നോക്കിയാലോ. സ്റ്റെപ്പൊക്കെ കയറി പോകണം. അതെ, നമുക്ക് ഇതിലൊന്ന് പോയി നോക്കാം. സ്റ്റെപ്പ് എടുത്ത് കയറ്റിയാൽ നമുക്ക് അടുത്ത് അതിലൊന്ന് ചവിട്ടാനുള്ള വഴിയുണ്ട്. നമുക്ക് അതിലൊന്ന് പോയി നോക്കാം. നോക്കിയേ, ഓ ഒരാൾ സാഹസികമായി ചവിട്ടി കയറ്റി പോകുന്നുണ്ട്. ആ കയറ്റി, ഓ കയറി കയറി. പൈപ്പൊക്കെ ഉണ്ട്. ഇതിലൂടെ സ്പീഡിൽ പൊക്കോ. ഗുഹയാന്ന് തോന്നല്ലോ. മുള്ളാണ് ഇഞ്ചമുള്ള. ഓ വള്ളിയൊക്കെ വന്നല്ലേ. ഞാൻ നോക്കി വരുന്നു. സന്തോഷേട്ടാ, പാലം കഴിഞ്ഞ് നേരെ വിട്ടോ. കിളിക്കൂടൊക്കെയാണോ? ഓ മരം വീണോ? വീണോ? മരം മൊത്തം ആൾക്കാരെന്തോ വെട്ടിയും.
കുഴി പോലെ അങ്ങ് പോവല്ലോ, നടപ്പാതെ നോക്കി പോവാൻ. കേറി പോയി നോക്കി. ചേറാണല്ലേ കളിക്കുന്നത്. ഇടിലൻ ഓഫ് റോഡിങ് ആയിരുന്നു. ഇഞ്ചമുള്ളൊക്കെ ശകല ഇടയിലൊക്കെ താന്ന് കിടക്കുന്നെങ്കിൽ ഞങ്ങൾ അധികം സാഹസികമായി ഇവിടെ എത്തി. എന്നാലും ഇവിടെ ഒരു നല്ല ലൊക്കേഷനാണ്. ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നതാണ്, ചെളിയാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കല്ലാത്തൊരു ദിവസം വേണമെന്ന് ട്രൈ ചെയ്യാം. വലത്തോട്ട് തിരിഞ്ഞോ, അകില് കയറട്ടെ. ചെളി താന്നോ വീണ്ടും? ചെളി കഴുകി കിട്ടി. വീണ്ടും കയറും. പോട്ടെ എന്ത് പറ്റി? സൈഡിൽ കൂടെ കയറിക്കോ, അകില് സൂക്ഷിച്ചു പോവാ. ഓഫ് റോഡ് ഇവിടം വരെ ഉള്ളൂ. ഇവിടെ തൊട്ട് ഇനി വാർത്ത വഴിയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കൊണ്ട് നിർത്തി നമുക്ക് തിരിച്ചു പോകാം. എന്നാലും കുഴപ്പമില്ല, നല്ല സൂപ്പർ റൈഡായിരുന്നു. നമ്മൾ പുതിയതായിട്ടൊരു റോഡ് കണ്ടുപിടിച്ച് പോകുമ്പോൾ ഒരു പോയത് അത് വേറെ കാര്യം. പിന്നെ നല്ല അടിപൊളിയായിരുന്നു. ഇത് ഇവിടെ മൊത്തം കട്ടക്കളത്തിൻ്റെ കുറേ കുഴികൾ പരിപാടികളൊക്കെയാണ്. ഇഷ്ടിക നിർമ്മാണ സ്ഥലങ്ങളാണ്. അത് ഞാൻ എടുത്തോളാം. കുഴിയാണ്, അകില് സൂക്ഷിച്ചേ. താന്നു പോയല്ലേ. ഒരു റോഡും കൂടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിലൊന്ന് പോയി നോക്കാം. എല്ലാവരുടെ ഐഡി കിട്ടുമെന്ന് അറിയത്തില്ല. അറിയില്ല, ധൈര്യം സംഭരിച്ചങ്ങ് പോ. അന്ന് വന്നു പോയി നോക്കാം. വഴി ബ്ലോക്കായിരിക്കും.
ആ എനിക്കറിയാം, ഓർപ്പിക്കണ്ട. ഫോൺ ബെല്ലടിച്ചത്, ഫോൺ ബെല്ലടിച്ചത്. ആ കയറി പോക്കോ. ഞാനും പോട്ടെ. അത് വലിയ സൈക്കിളിന് എന്തായാലും കംപ്ലൈൻ്റ് ആവും ചാടിച്ചു കഴിഞ്ഞാൽ. ഹൈറ്റ് പൊക്കം കൂടുതലാണ്. ഞങ്ങൾ റൈഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അഖിലിൻ്റെ വളരെ നല്ല എക്സ്പീരിയൻസ്. റോഡ് സൈക്കിളിൻ്റെ എന്താണ് അഭിപ്രായം നോക്കാം. അടിപൊളി ഓഫ് റോഡിങ് ആയിരുന്നു. എൻ്റെ റോഡ് സൈക്കിൾ ആയതുകൊണ്ട് ഒരു രക്ഷയും ഉണ്ടായില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെല്ലാവരും ഈ റൂട്ടൊന്ന് ട്രൈ ചെയ്യണം. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം മറക്കരുത്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് നാട്ടുകാരെല്ലാം പറഞ്ഞ് വരുത്തിക്കോണം. ഞങ്ങൾ അടിപൊളി അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.